electric lines of force. An electric line of force is an imaginary path along which a unit positive charge would move if it is free to do so. It is an imaginary path along which a unit positive charge would move if it is free to do so. Or unit positive charge free ആയിട്ട് മൂവ് ചെയ്യാൻ അനുവദിച്ചാൽ അത് മൂവ് ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. The tangent at any point on a line of force gives the direction of electric field intensity at that point. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് എന്താണ് the tangent drawn at any point on the electric lines of force gives the direction of electric field intensity at that point. Okay. Properties of electric lines of force. First property, the electric lines of force originate from a positive charge and ends in a negative charge. The electric lines of force originate from a positive charge. അപ്പം ഇവിടെ ഈ രണ്ടാമത്തെ പിക്ചർ നിങ്ങൾ നോക്കുക. രണ്ടാമത്തെ പിക്ചറിൽ one minute. The electric lines of force ഇവിടെ രണ്ട് ചാർജസ് ഉണ്ട്. രണ്ടാമത്തെ പിക്ചർ നിങ്ങൾ നോക്കുക. ഇവിടെ രണ്ട് ചാർജസ് ഉണ്ട്. ഒരു പോസിറ്റീവ് ചാർജും ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്, ഇതൊരു നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒറിജിനേറ്റ് ഫ്രം എ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് ഇൻ നെഗറ്റീവ് ചാർജ്. The tangent drawn at any point on the electric lines of force will give the direction of electric field intensity at that point. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. Two lines of force never intersect each other. Two lines of force never intersect each other. അപ്പം ഇത് ഒരു ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. ഇതൊരു ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. മറ്റൊരു ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ഇതുമായിട്ട് ഇന്റർസെക്ട് ചെയ്യത്തില്ല. ഇനി ഇന്റർസെക്ട് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ് ഇന്റർസെക്ട് ചെയ്യത്തില്ല എന്ന് പറയുന്നത്? If they cut each other at the point of intersection, there will be two tangents. അപ്പോൾ അത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇന്റർസെക്ഷനിൽ നമ്മൾ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ, ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കർവിന് ടാൻജൻസ് വരയ്ക്കാം. രണ്ട് കർവിന് ടാൻജൻസ് വരയ്ക്കുമ്പോൾ അത് രണ്ട് ഡയറക്ഷൻ ആണ്. അതിന്റെ മീനിങ് എന്താണ്? A single point has two directions of electric field. അപ്പം ഇലക്ട്രിക് ഫീൽഡിൽ രണ്ട് ഡയറക്ഷൻസ് ആ പോയിന്റ് ഉണ്ടാവും. അത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത് two lines of force will never intersect each other. Fourth point, the number of electric lines of force passing normally through an area is directly proportional to the strength of the electric field. The number of lines of force, the number of electric lines of force passing through an area is directly proportional to the strength of the electric field. As the strength of the electric field increases, the number of electric lines of force passing through an area will also increases. By electric lines of electric field lines due to static charge never form a closed loop. അത് സെന്റൻസ് വളരെ സിമ്പിൾ ആണെങ്കിലും അതിൽ മീനിങ് ധാരാളമുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു സ്റ്റാറ്റിക് ചാർജ് നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്പ്. ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത സ്ലൈഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക, ഇലക്ട്രിക് field lines due to static charge never form closed loop. In a uniform electric field, lines of force are parallel to each other. In a uniform electric field, lines of force are parallel to each other. Electric field lines passes through dielectric medium. Dielectric medium എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അവിടെ ചാർജ് കാരിയേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ ചാർജ് ഫ്ലോ ഉണ്ടാവില്ല. ബട്ട് ഇലക്ട്രിക് ഫീൽഡ് ഡൈഇലക്ട്രിക്കിലൂടെ കടന്നു പോകും. ഒരു ഡൈഇലക്ട്രിക്കിലൂടെ ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാനൊക്കത്തില്ല. അതായത് ഒരു ഇലക്ട്രിക് കറണ്ടിന് ഡൈഇലക്ട്രിക്കിലൂടെ പാസ് ചെയ്യാനൊക്കത്തില്ല. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് ഡൈഇലക്ട്രിക്കിലൂടെ പാസ് ചെയ്യാനൊക്കും. ഇതൊരു ക്വസ്റ്റ്യൻ. കൺസിഡർ ദ സിറ്റുവേഷൻ ഷോൺ ഇൻ ദ ഫിഗർ. വാട്ട് ആർ ദ സൈൻസ് ഓഫ് Q1 and Q2. Q1 എന്ന് പറയുന്നത്
Q1 എന്ന് പറയുന്നത് ഇതാണ്, Q2 എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇതിലെ Q1ന്റെയും Q2ന്റെയും സൈൻ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ Q2 എന്ന് പറയുന്ന ചാർജിൽ നിന്നും Q1ലേക്കാണ് അതിന്റെ ഡയറക്ഷൻ. ഇറ്റ് മീൻസ് Q2 is positive and Q1 is negative. The field lines, the lines of force emerge from Q2 and are directed towards Q1. So Q2 is positive and Q1 is negative. The electric field lines never cross each other. Why? അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. NCERTയിലെ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. If the electric field lines intersect at any point, then there will be two directions of electric field at that point, which is not possible. Okay, ഒരു MCQ. Which one of the following is not a property of field lines? Is not a property of field lines. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ കുറെ പ്രോപ്പർട്ടീസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. നമുക്കിപ്പം ഈ 4 ഓപ്ഷനിൽ കണ്ടുപിടിക്കേണ്ടത് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത്, നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ഫീൽഡ് ലൈൻസ്. ഒന്നാമത്തത്, ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് കർവ് വിത്തൗട്ട് എനി ബ്രേക്ക്. Two field lines cannot cross each other. Field lines starts at positive charge and ends at negative charge. They form closed loop. ഈ 4 ഓപ്ഷനിൽ ഏതാണ് റോങ് ആയിട്ടുള്ളത്? ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണ്? ഓക്കെ, ആൻസർ ഷോന്റെ ആൻസർ കറക്റ്റ് ആണ്. ഡി ആണ് ആൻസർ. ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകില്ല. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാകും. പ്രത്യേകം ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാകും, എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാകത്തില്ല. അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണിത്. Why do electrostatic field lines not form closed loop? Electrostatic field lines ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നിങ്ങൾ നോക്കിക്കേ, ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്. ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുകയാണ്. ക്ലോസ്ഡ് ലൂപ്പ് ആകണമെന്നുണ്ടെങ്കിൽ വീണ്ടും നെഗറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോസിറ്റീവ് ചാർജിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആകത്തുള്ളൂ. എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അങ്ങനെയല്ല, പോസിറ്റീവ് ചാർജിൽ സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് അതൊരു ക്ലോസ്ഡ് ലൂപ്പ് അല്ല. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ കേസ് നിങ്ങൾ നോക്കിക്കേ, ഒരു ബാർ മാഗ്നറ്റ് ആണ്. ബാർ മാഗ്നറ്റ് നോർത്ത് പോളിൽ നിന്നാണ് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഫീൽഡ് ലൈൻസ് നോർത്ത് പോളിൽ സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിൽ എൻഡ് ചെയ്യുന്നു, ഇവിടെ എത്തുന്നു. പക്ഷേ ആ സൗത്ത് പോളിൽ നിന്നും നോർത്ത് പോളിലേക്ക് ഇതിന്റെ ഉള്ളിൽ കൂടി, മാഗ്നറ്റിന്റെ ഉള്ളിൽ കൂടി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പം അതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണെങ്കിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാകും, എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ബിക്കോസ് ഇൻഡിവിജ്വൽ ഇലക്ട്രിക് charges exist independently. Individual electric charges can exist independently. Electric field lines originate from positive charge and terminate at negative charge. അതായത് ഇൻഡിവിജ്വൽ ചാർജ് പോസിറ്റീവ് ചാർജിനെ മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യാനൊക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിനെ മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യാനൊക്കും. എന്നാൽ മാഗ്നറ്റിക് പോൾസിന്റെ കേസിൽ അങ്ങനല്ല. നോർത്ത് പോളിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനൊക്കത്തില്ല. എപ്പോൾ ഒരു നോർത്ത് പോൾ ഉണ്ടെങ്കിലും അവിടെ ഒരു സൗത്ത് പോളും കൂടെ ഉണ്ടാവും. അതായത് നോർത്ത് പോളും സൗത്ത് പോളും കൂടെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ നോർത്ത് പോൾ മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അത് കാരണമാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കുകയും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ട്, ഇലക്ട്രിക് ചാർജസിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനൊക്കും. അതുകൊണ്ടാണ് അവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടാവാത്തത്. അപ്പൊ ആ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. A positive point charge plus Q is kept in the vicinity of an uncharged conduction plate. Sketch electric field lines originating from the point onto the surface of the plate. അപ്പം ഇത്
പ്രീവിയസ് ഇയറിലെ നേരത്തെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, പക്ഷെ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഇതേ രീതിയിലായിരിക്കില്ല വരുന്നത്, മറ്റേതെങ്കിലും രീതിയിലായിരിക്കും, പക്ഷെ ആ പോയിന്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതേപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദിക്കാൻ കഴിയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ പോയിന്റ് ചാർജ് പ്ലസ് Q ഈസ് കെപ്റ്റ് ഇൻ ദ വിസിനിറ്റി ഓഫ് ആൻ അൺചാർജ് കണ്ടക്ഷൻ പ്ലേറ്റ്. ഒരു കണ്ടക്ഷൻ പ്ലേറ്റ്, ഒരു അൺചാർജ് കണ്ടക്ഷൻ പ്ലേറ്റിന് നിയർ ബൈയിൽ നമ്മളൊരു പോസിറ്റീവ് ചാർജിനെ വെക്കുകയാണ്. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇതേ രീതിയിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. ഇവിടെ പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. പോസിറ്റീവ് ചാർജിൽ നിന്നാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഔട്ട്വേർഡ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഔട്ട്വേർഡ് വന്നു. ഇവിടെ ഒരു പ്ലേറ്റ് ആണ് വെച്ചിരിക്കുന്നത്, അൺചാർജ് പ്ലേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. അൺചാർജ് പ്ലേറ്റ് ആണെങ്കിൽ കൂടി നിയർ ബൈ ഒരു പോസിറ്റീവ് ചാർജിനെ പ്ലേസ് ചെയ്തത് കാരണം ഇൻഡക്ഷൻ മൂലം പോസിറ്റീവ് ചാർജിന്റെ ഈ പ്ലേറ്റിന്റെ ഈ സൈഡിൽ നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് ഈ പിക്ചറിൽ വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ പോസിറ്റീവ് ചാർജിൽ നിന്നും ഈ നെഗറ്റീവ് ചാർജിലേക്ക് വരാം. അതേപോലെ തന്നെ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഈ ഫീൽഡ് ലൈൻസ് വരിക. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ മറ്റേ എൻഡില് പോസിറ്റീവ് ചാർജ് ആണ് അക്യുമുലേറ്റ് ചെയ്യുന്നത് ഇൻഡക്ഷൻ മൂലം. അതുകൊണ്ട് അവിടെ നിന്നും വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സർഫസിന് നോർമൽ ആയിട്ട് ഔട്ട്വേർഡ് ആയിട്ട് എമർജ് ചെയ്ത് പോകും. ഇതിന്റെ ഉള്ളിൽ ഈ മെറ്റൽ പ്ലേറ്റിന്റെ ഇൻസൈഡിൽ യാതൊരുവിധ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ആ കോൺസെപ്റ്റ് ഇതാണ്: ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് do not pass through a conductor because the interior of the conductor is free from the influence of electric field. Okay, electric field lines do not pass through a conductor because the interior of the conductor is free from the influence of electric field. The lines of force originates and terminates normally to the surface. ആ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിന്റെ ഇൻസൈഡിൽ യാതൊരുവിധ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഉണ്ടാവില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് the lines of force originates and terminates normally to the surface of the charged conductor or the conductor, depending whether the charge on the conductor is positive or negative. അപ്പം സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും അത് എമർജ് ചെയ്യുകയോ അല്ലെങ്കിൽ അകത്തോട്ട് വരികയോ ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന്റെ സർഫസിലേക്ക് വരും. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ സർഫസിൽ നിന്നും എമർജ് ചെയ്ത് പുറത്തോട്ട് വരും. സർഫസിൽ നോർമൽ ആയിട്ടായിരിക്കും ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പാത്ത് എന്ന് പറയുന്നത്. മറ്റൊരു MCQ. A point charge plus Q is placed at a distance d from an isolated conducting plane. The field at the point P on the other side of the plane is. A point charge plus Q is placed at a distance d from an isolated conducting plane. ഒരു conducting plane ഒരു മെറ്റൽ ഷീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു പ്ലെയിൻ മെറ്റൽ ഷീറ്റ്, കണ്ടക്ടിങ് മെറ്റൽ ഷീറ്റ്. അതിന്റെ നിയർ ബൈ പോയിന്റിൽ പ്ലസ് Q എന്ന് പറയുന്ന ചാർജ് d ഡിസ്റ്റൻസിൽ നമ്മൾ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ the field at the point P on the other side of the plane, ആ പ്ലെയിന്റെ മറുഭാഗത്ത് എങ്ങനെയായിരിക്കും ഫീൽഡ് ലൈൻസ് എന്നുള്ളതാണ്. Directed perpendicular to the plane and away from the plane, directed perpendicular to the plane but towards the plane, directed radially away from the point charge, directed radially towards the point charge. What is the answer? നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ആ ക്വസ്റ്റ്യന്റെ ആ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ആൻസർ ചെയ്യാം.
The answer is A. A ആണ് ആൻസർ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഒരു പോയിന്റ് ചാർജ്, ഒരു പോയിന്റ് ചാർജിന്റെ ആ പോയിന്റ് ചാർജിന്റെ നിയർ ബൈയിൽ ഒരു കണ്ടക്ടിങ് പ്ലെയിൻ വെച്ചിരിക്കുകയാണ്. ആ കണ്ടക്ടിങ് പ്ലെയിൻ വെക്കുകയാണെങ്കിൽ അതിന്റെ ഒരു സൈഡിൽ നെഗറ്റീവ് ചാർജും മറു സൈഡിൽ പോസിറ്റീവ് ചാർജാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഇവർ ചോദിച്ചിരിക്കുന്നത് ഈ സൈഡിൽ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പാത്ത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ അല്ലേ, ഡയറക്റ്റഡ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ആൻഡ് എവേ ഫ്രം ദി പ്ലെയിൻ അല്ലേ, കാരണം അവിടെ പോസിറ്റീവ് ചാർജ് ആണല്ലോ ഇൻഡക്ഷൻ മൂലം വരുന്നത്. അപ്പോൾ ദി ഇലക്ട്രിക് ലൈൻസ് ആർ മൂവിങ് എവേ ഫ്രം ദി പ്ലെയിൻ. ദ ആൻസർ ഈസ് എ. അനുവിന്റെ ആൻസർ കറക്റ്റ് ആണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോണം കേട്ടോ. ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എ മെറ്റാലിക് സ്പിയർ ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. Which path is followed by the electric field lines and why? Okay, which path? A എന്ന് പറയുന്ന path ആണോ, B എന്ന് പറയുന്ന path ആണോ, C എന്ന് പറയുന്ന path ആണോ, D എന്ന് പറയുന്ന path ആണോ കറക്റ്റ്? ഏത് path ആയിരിക്കും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നത്? ഇതൊരു മെറ്റാലിക് സ്പിയർ ആണ് പറയുന്നുണ്ട്, മെറ്റാലിക് സ്പിയർ ആണ്. What is the answer? Okay, the answer is D. ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഓർക്കുക. ഒരു മെറ്റാലിക് സ്പിയർ ആണ്, അതിന്റെ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇല്ല. അപ്പോൾ ബാക്കി മൂന്നും അവിടെ തന്നെ റോങ് ആണ്. പിന്നെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പാത്ത്. അപ്പോൾ ദ ആൻസർ ഈസ് ഡി, ദ റൈറ്റ് ആൻസർ. മിക്കവാറും എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. ഗുഡ്. ഇതും അതിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അതേ പാറ്റേണിലുള്ള അല്ലെങ്കിൽ ആ തിയറിയുടെ ബേസിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എ പോയിന്റ് പോസിറ്റീവ് ചാർജ് ഈസ് ബ്രോട്ട് നിയർ ആൻ ഐസൊലേറ്റഡ് കണ്ടക്ടിംഗ് സ്പിയർ. The electric field is best given by. Electric field lines correct ആയിട്ട് കാണിച്ചിരിക്കുന്നത് path ഏതാണ്? ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആണ് ഇരിക്കുന്നത്, പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് ആണ്, പോസിറ്റീവ് ചാർജിൽ നിന്നും വരികയാണിത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. സർഫസിന് നോർമൽ ആയിട്ട് എൻ്റർ ചെയ്യുന്നു. ഇവിടെ നിന്നും ഇൻസൈഡിൽ ഒന്നിലും ഇല്ല, ഇൻസൈഡിൽ ഒരു പിക്ചറിൽ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇല്ല, അതെല്ലാം കറക്റ്റ് ആണ്. പിന്നെ സർഫസിന് നോർമൽ ആയിട്ടാണ് പോകേണ്ടത്. സർഫസിന് നോർമൽ ആയിട്ട് പോകേണ്ടത് ഈ ഫസ്റ്റ് കേസും സെക്കൻഡ് കേസും മാത്രമേ ഉള്ളൂ. ഇത് സർഫസിന് നോർമൽ ആയിട്ടല്ല വരുന്നത് രണ്ടും. അപ്പൊ ഈ രണ്ട് പിക്ചറും തെറ്റാണ്. പിന്നുള്ളത് മറുഭാഗത്ത് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഇവിടെ എല്ലാം പോസിറ്റീവ് ആയിരിക്കും അക്യുമുലേറ്റ് ചെയ്യുക, അവിടെ നിന്നും ഔട്ട്വേർഡിലായിരിക്കും വരിക. അപ്പൊ ഇവിടെ ഔട്ട്വേർഡ് ആണ്, ഫസ്റ്റ് പിക്ചറിൽ ഔട്ട്വേർഡ് ആണ് കാണിക്കുന്നത്, എന്നാൽ സെക്കൻഡ് പിക്ചറിൽ ഇൻവേർഡ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് എ. Why must electrostatic field? Yes. ഏത് തേർഡും ഫോർത്തും അല്ല എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് സർഫസിന് നോർമൽ ആയിട്ടാണോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എൻറ്റർ ചെയ്യുന്നതും എമേർജ് ചെയ്യുന്നതും. നോക്കിക്കേ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എമേർജ് ചെയ്ത് നോക്കി. ഈ ലൈൻ നോക്കിക്കേ, ഈ ലൈൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ സർഫസിന് നോർമൽ ആയിട്ടാണോ വരുന്നത്? ഈ സർഫസിന് നോർമൽ ആയിട്ടല്ല ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരുന്നത്. അതുകൊണ്ടാണ് ഈ തേർഡ് സിയും ഡിയും റോങ് ആണെന്ന് പറയാനുള്ള റീസൺ അതാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സർഫസിന് നോർമൽ ആയിട്ടല്ല എൻറ്റർ ചെയ്യുന്നതും എമേർജ് ചെയ്യുന്നതും. ഓക്കെ,
ജിയോ മാർട്ടിൽ ഒന്നും ഓർഡർ ചെയ്തില്ലെന്ന് തോന്നല്ലോ, എന്ത് പറ്റി? ഹലോ, ഇല്ലെന്ന് തോന്നുന്നു. ഞാനത് പിന്നീട് ചോദിച്ചിട്ട് പറയാം. ഞാനിപ്പം ചെയ്തേക്കാം, പിന്നെ വിളിക്കാം. ഓക്കെ. Okay. Why must electrostatic field at the surface of a charged conductor be normal to the surface at every point? Give reason. സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എൻ്റർ ചെയ്യുക, അല്ല എങ്കിൽ അവിടെ നിന്നും എമേർജ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്, അതിന്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. If the lines of force are not perpendicular to the conductor surface, then the components of the electric field parallel to the surface should cause the electron to move and would therefore give rise to a current. ഇവർ പറയുന്നത് ഒരു സർഫസിന് നോർമലായിട്ടല്ല ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എമേർജ് ചെയ്യുന്നത് എങ്കിൽ, നോർമലായിട്ടല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. കമ്പോണൻസ് ആയിട്ട് എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും ആയിട്ട് നമ്മൾ റിസോൾവ് ചെയ്യും. അങ്ങനെ എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ഒരു കമ്പോണന്റ്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു കമ്പോണന്റ് സർഫസിന് പാരലൽ ആയിട്ട് വരും, മറ്റൊരു കമ്പോണന്റ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. അങ്ങനെ ഈ പാരലൽ കമ്പോണന്റ് എന്ത് ചെയ്യും? ഈ പാരലൽ കമ്പോണന്റ് ഈ സർഫസിലുള്ള ഇലക്ട്രോൺസിലെ ഒരു ഫോഴ്സ് കൊടുക്കും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ആണ്, ഇലക്ട്രിക് ഫീൽഡ് ചാർജ് പാർട്ടിക്കിളിൽ ഒരു ഫോഴ്സ് കൊടുക്കും, QE എന്ന് പറയുന്ന ഫോഴ്സ് കൊടുക്കും. അങ്ങനെ ഈ QE എന്ന് പറയുന്ന ഫോഴ്സ് മൂലം എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യും, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡിന് ഒരു കമ്പോണന്റ് ഉണ്ടാവുകയും ആ കമ്പോണന്റ് മൂലം ഇലക്ട്രോൺസിന്റെ ഫ്ലോ അല്ലെങ്കിൽ ചാർജ് പാർട്ടിക്കിളുടെ ഫ്ലോ ഉണ്ടാവും. എന്നാൽ അത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് കേസിൽ അത് സംഭവിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് this is not happening. That is why electrostatic field on the surface of a charged conductor be normal to the surface at every point. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Next, electric dipole. What is an electric dipole? A pair of equal and opposite charges separated by a small distance is called an electric dipole. അപ്പോൾ ഇവിടെ രണ്ട് ചാർജസ് ഉണ്ട്, രണ്ട് ചാർജസ്, ഒന്ന് പോസിറ്റീവ് ചാർജ്, മറ്റൊന്ന് നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ്, മറ്റൊന്ന് നെഗറ്റീവ് ചാർജ്. അത് തമ്മിൽ വളരെ ചെറിയൊരു അകലത്തിലാണ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2a എന്ന് പറയുന്ന വളരെ ചെറിയൊരു ഷോർട്ട് ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ അറേഞ്ച്മെന്റ് പറയുന്ന പേരാണ് ഇലക്ട്രിക് dipole. The distance between the charges is called the dipole length. This 2a, what is 2a? The distance between these two charges, and that distance is called dipole length. Its direction is from negative charge to positive charge. അപ്പോൾ ആ ഡയറക്ഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഡൈപോൾ ലെങ്ത്തിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഡൈപോളിന്റെ പിക്ചർ വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ നെഗറ്റീവ് ചാർജിനെയാണ് വരയ്ക്കുക, പിന്നീടാണ് പോസിറ്റീവ് ചാർജിനെ വരയ്ക്കുക. കാരണം ഡൈപോൾ ലെങ്ത്തിന്റെ ഡയറക്ഷൻ എടുക്കുന്നത് നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്കാണ് എടുക്കുന്നത് ഡൈപോൾ ലെങ്ത് എന്ന് പറയുന്നത്. The total charge of an electric dipole is 0. The total charge ഒരു ഡൈപോളിന്റെ ടോട്ടൽ ചാർജ് എടുക്കുമ്പോൾ അത് 0 ആണ്. ബിക്കോസ് ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ആണുള്ളത്. അതുകൊണ്ട് നെറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ടോട്ടൽ എടുക്കുമ്പോൾ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. But the electric field of the dipole is not so. The electric field due to this dipole is not so. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. Next is electric dipole moment. It is defined as the product of the magnitude of one of the charge and the dipole length. It is defined as the product of magnitude of one of the charge and the dipole length.
അപ്പോൾ ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? P is equal to Q into 2a. P is equal to Q into 2a. One of the charge and dipole length. Its unit is coulomb meter. Unit അറിഞ്ഞിരിക്കുക coulomb meter. Dipole moment is a vector quantity. തെറ്റിപ്പോ വരും. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റി ആകുമ്പോൾ അതിനൊരു ഡയറക്ഷൻ ഉണ്ടാകണമല്ലോ. അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തിന്റെ ഡയറക്ഷൻ തന്നെയാണ്? ഡൈപോൾ ലെങ്ത്തിന്റെ ഡയറക്ഷൻ തന്നെയാണ്. എന്താണ് ഡൈപോൾ ലെങ്ത്തിന്റെ ഡയറക്ഷൻ? ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. അതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. ഓക്കെ. ഒരു NCERT എക്സസൈസ് ആണ്, പെട്ടെന്ന് പറഞ്ഞേക്കാം. നമ്മൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുന്നുള്ളൂ. കാരണം NCERT എക്സസൈസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. A system has two charges QA equal to 2.5 into 10 raised to minus 7 coulomb and QB is equal to minus 2.5 into 10 raised to minus 7. അപ്പോൾ ഒന്ന് പോസിറ്റീവ് ചാർജ്, മറ്റൊന്ന് നെഗറ്റീവ് ചാർജ്. ഓക്കെ. ലൊക്കേറ്റഡ് അറ്റ് ദ പോയിന്റ് എ. എയുടെ കോർഡിനേറ്റ്സ് പറയുന്നുണ്ട് 0 0 minus 15 centimeter and B equal to 0 0 plus 15 centimeter respectively. What are the total charges and the electric dipole moment of the system? കോർഡിനേറ്റ്സിൽ നിന്ന് മനസ്സിലാക്കാം, നമുക്ക് ഒരു y ആക്സിസിലാണ് ഈ ചാർജസ് ഇരിക്കുന്നത്, ഒരു സ്ട്രൈറ്റ് ലൈനിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ചാർജ്. ടോട്ടൽ ചാർജ് അറിയാമല്ലോ, ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. അപ്പോൾ ടോട്ടൽ ചാർജ് ഓഫ് ദി സിസ്റ്റം ഈസ് 0, നമുക്കറിയാം. പിന്നീട് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കണം. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ? വൺ ഓഫ് ദി ചാർജ് ഇൻറ്റു ഡൈപോൾ ലെങ്ത്. ഇവിടെ ലെങ്ത് എത്ര വരും? ഇവിടെ ലെങ്ത് എത്ര വരുമെന്ന് മാത്രം നോക്കിയാൽ മതി. ഒരു പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് കോർഡിനേറ്റ് സിസ്റ്റം അനുസരിച്ച് എവിടെയായിരിക്കുന്നത്? ഇവിടെയാണ്. 0 0 minus 15 ആണ്. ബി എന്ന് പറയുന്ന പോയിന്റ് 0 0 plus 15 ആണ്. അപ്പോൾ ഈ രണ്ട് പോയിന്റിലാണ് ചാർജസ് ഇരിക്കുന്നത്. അപ്പോൾ ഡൈപോൾ ലെങ്ത് ഇത് ഒറിജിനിൽ നിന്ന് ഇവിടം വരെ 15 സെന്റിമീറ്റർ ഉണ്ട്, ഒറിജിനിൽ നിന്ന് ഇവിടെ വരെ മറ്റൊരു 15 സെന്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ് ഈസ് 30 സെന്റിമീറ്റർ ആണ്. ഓക്കെ. നമുക്ക് അതിൽ നിന്നും ഡൈപോൾ മൊമെന്റ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ. ഇതിന്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും, നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്കായിരിക്കും ഡയറക്ഷൻ, ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ. നെക്സ്റ്റ് തിയറി പാർട്ട്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ മൂലം ഉള്ള അതിന്റെ നിയർ ബൈ പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. രണ്ട് കേസസ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ദ പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ, മറ്റൊന്ന് പോയിന്റ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ ഓർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചത് പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈനിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ കൺസിസ്റ്റിംഗ് ഓഫ് ചാർജസ് -q and plus q having length 2a. Dipole length is 2a. Let P be a point. This is the point P. This is the point P. Let P be a point at a point on the axial line at a distance r from the center. അപ്പോൾ r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് ഈ ഡൈപോളിന്റെ സെൻട്രൽ തൊട്ടാണ് നമ്മൾ P എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് r ആയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കണ്ടീഷൻ കൂടി ഇവിടെ എടുത്തിട്ടുണ്ട്. a എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഡൈപോൾ ലെങ്തിന്റെ ഹാഫ് ആയ a, ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ചെറുതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കേസാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പോസിറ്റീവ് ചാർജ് ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എഴുതി അതിന്റെ ഡയറക്ഷൻ എടുത്തു. അതിനുശേഷം -q ചാർജ്
പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എഴുതി അതിന്റെ ഡയറക്ഷൻ എടുത്തു. എന്നിട്ട് രണ്ടിന്റെയും കൂടെ വെക്ടർ സം എടുത്തു. രണ്ടിന്റെയും കൂടെ വെക്ടർ സം. ഓക്കെ, അപ്പം ഇവിടെ E1 ഉം E2 ഉം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് അത് തമ്മിലുള്ള മാഗ്നിറ്റ്യൂഡിന്റെ ഡിഫറൻസ് എടുത്തിട്ട് വലിയ വെക്ടറിന്റെ ഡയറക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. വലിയ വെക്ടറിന്റെ ഡയറക്ഷൻ നമ്മൾ കൊടുത്തു. വലിയ വെക്ടറിന്റെ ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടി? E is equal to 1/4πε0 2rp divided by r square minus a square the whole square. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയത്? E equal to 1/4πε0 into 2rp divided by r square minus a square the whole square. ഇനി നമ്മൾ നേരത്തെ ഒരു കേസ് പറഞ്ഞായിരുന്നു. A എന്ന് പറയുന്ന ഡിസ്റ്റൻസ് R എന്ന് പറയുന്ന ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ട് a square is very very less than r square. ഈ ഇക്വേഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്ത് ഇങ്ങനെ എഴുതാം. E equal to 1/4πε0 into 2p divided by r cube. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വലിയ വെക്ടറിന്റെ ഡയറക്ഷൻ, അതായത് OP യുടെ ഡയറക്ഷൻ. ഇങ്ങോട്ടാണ് അതിന്റെ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ പ്രധാനമായിട്ടും ഈ ബോക്സ് ചെയ്ത ഇക്വേഷൻ ആണ് നമുക്ക് പഠിക്കേണ്ടത്. എന്നാൽ വളരെ റെയർ ആയിട്ട് ഈ ഇക്വേഷനും ചോദിച്ച് കണ്ടിട്ടുണ്ട്, വളരെ റെയർ ആയിട്ട്. അതായത് A എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 2a എന്ന് പറയുന്ന ഡിസ്റ്റൻസും R എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് വേണം ഏത് ഇക്വേഷൻ ആണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ. അപ്പൊ 2a എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്, ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബോക്സ് ചെയ്ത ഇക്വേഷൻ ഉപയോഗിക്കാം. എന്നാൽ ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2a കമ്പയർ ചെയ്യുമ്പോൾ അത്ര ചെറുതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ തെറ്റുപറ്റും. വളരെ റെയർ ആയിട്ട് മാത്രമേ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളൂ. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, അത് ചെയ്യുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഇക്വേഷൻ ആണ് E is equal to 1/4πε0 into 2p divided by r cube. 2p divided by r cube. ഇനി ഇക്വറ്റോറിയൽ ലൈനിൽ ഉള്ള പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ +q a എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കും, അതിന്റെ ഡയറക്ഷൻ എഴുതി. അതിനുശേഷം -q a എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എഴുതി, അതിന്റെ ഡയറക്ഷൻ എഴുതി. എന്നിട്ട് അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി: E is equal to 1/4πε0 into p divided by r square plus a square the whole raised to 3/2. വീണ്ടും നമ്മൾ നേരത്തെ എടുത്ത അപ്രോക്സിമേഷൻ എടുത്തു. Since a square is very very less than r square, we can write E is equal to 1/4πε0 into p divided by r cube. ബോക്സ് ചെയ്ത ഇക്വേഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ അതിന്റെ ഡയറക്ഷൻ നിങ്ങൾ ഓർത്തിരിക്കുക, അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. The direction of E is parallel to the axis of the dipole and is directed from positive charge to negative charge. അപ്പോൾ ഈ പോയിന്റ് ഉണ്ടാകുന്ന ഈ ഡൈപോൾ മൂലം A എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഈ പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിലേക്കാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ഇതാണ്. അതായത് ഡൈപോൾ ലെങ്തിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഡൈപോൾ ലെങ്ത് എങ്ങനെയാണ്? ഡൈപോൾ ലെങ്ത് നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്കാണ്, അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്കാണ്. അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ ഉള്ളത്. അപ്പോൾ അതും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യന് ചോദിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസും നോട്ട് ചെയ്തല്ലോ. ഓക്കെ, അപ്പം ഇതൊക്കെയായിട്ട് രണ്ട് ഇക്വേഷൻസ്. ഒന്ന് ആക്സിയൽ ലൈനിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ 1/4πε0 into 2p divided by r cube. ഇക്വറ്റോറിയൽ ലൈനിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ 1/4πε0 into p divided by r cube. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആക്സിയൽ ലൈനിൽ 2p ആണ്, ഇക്വറ്റോറിയൽ ലൈനിൽ വെറും p ഉള്ളൂ. അതിന്റെ മീനിങ് എന്താണ്? ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡബിൾ ആണ് എവിടെ? ആക്സിയൽ ലൈനിൽ. ആ സെയിം ഡിസ്റ്റൻസ്, സെൻട്രൽ നിന്നും സെയിം ഡിസ്റ്റൻസിൽ ഇക്വറ്റോറിയൽ ലൈനിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡബിൾ ആയിരിക്കും എവിടെ? ആക്സിയൽ ലൈനിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ. അതും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. ഇനി ഗ്രാഫ്.
ഗ്രാഫ് ഇവിടെ ഇയും ആറും തമ്മിലുള്ള റിലേഷൻ ആണ്. രണ്ട് ഇക്വേഷനിലും നിങ്ങൾ നോക്കിയോ, രണ്ട് ഇക്വേഷനിലും ഇയും ആറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആർ ക്യൂബിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. ആർ ക്യൂബ് ഇവിടെയും ആർ ക്യൂബ് ആണ്, ഇവിടെയും ആർ ക്യൂബ് ആണ്. അപ്പൊ ഇക്വറ്റോറിയൽ ലൈനിലായാലും ആക്സിയൽ ലൈനിലായാലും 1/r ക്യൂബിനാണ് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത്. അപ്പൊ E is proportional to 1/r ക്യൂബ്. അപ്പോൾ ഗ്രാഫ് ഇതേ രീതിയിലായിരിക്കും നമുക്ക് വരയ്ക്കാൻ കഴിയുക. ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, ആർ ക്യൂബിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഗ്രാഫ് ഇതേ രീതിയിലായിരിക്കും വരിക. അപ്പൊ ഗ്രാഫും ഒന്ന് വരച്ചു പഠിക്കണം. Okay, if EA be the electric field strength of a short dipole at a point on its axial line, അപ്പോൾ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് എത്ര, EA. ആൻഡ് EE okay, EE that on the equatorial line. അപ്പോൾ ഇക്വറ്റോറിയൽ ലൈനെ റെപ്രസെന്റ് ചെയ്യാണ് ഈ സ്മോൾ ഇ കൊടുത്തേക്കുന്നത്, ആക്സിയലിനെ റെപ്രസെന്റ് ചെയ്യാണ് A. അപ്പോൾ EA is the electric field intensity at a point on the axial line and EE is the electric field intensity on the equatorial line at the same distance. Okay, അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷൻസ് ആണ് കറക്റ്റ്? E is equal to 2EA, EA is equal to 2EE, EA is equal to EE, none of these. ഏതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണല്ലോ, ആൻസർ പറയാമല്ലോ. The answer is B. രണ്ട് ക്വസ്റ്റ്യൻസ് EA എന്ന് പറയുന്നത് EA എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ലൈൻ EEയുടെ ഡബിൾ ആണ് അല്ലെ. ഇക്വേഷൻസ് ഇങ്ങനെയല്ലേ, EA എന്ന് പറയുന്നത് 1/4πε0 into 2p divided by r cube ആണ്. EE എന്ന് പറയുന്നത് 1/4πε0 into p by r cube ആണ്. അപ്പോൾ EA എന്ന് പറയുന്നത് 2 times of E ആണ്, 2 times of E. The answer is B. Okay. The electric field at a point on the equatorial line of a dipole dash to direction of the dipole moment. The electric field at a point on the equatorial line of a dipole. അപ്പോൾ ഇക്വറ്റോറിയൽ ലൈനിൽ ഒരു ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നുള്ളതാണ്. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷന് പാരലൽ ആണോ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ, പെർപെൻഡിക്കുലർ ആണോ, അതോ റിലേഷൻ ഒന്നും ഇല്ലയോ? നമ്മൾ ഇച്ചിരി മുമ്പ് ഡിസ്കസ് ചെയ്തതാണല്ലോ. The electric field at a point on the equatorial line of a dipole dash to the direction of dipole moment. ഡൈപോൾ മൊമെന്റ് ഡയറക്ഷനുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഡൈപോൾ മൊമെന്റ് അതേ ഡയറക്ഷനിലാണോ, ഡൈപോൾ ഇറ്റ് വിൽ ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ, ദിസ് ഇസ് പെർപെൻഡിക്കുലർ ആണോ, ആൻഡ് നോട്ട് റിലേറ്റഡ് ആണോ? കറക്റ്റ് ആണ്. ഷോണിന്റെയും റേച്ചലിന്റെയും ആൻസർ കറക്റ്റ് ആണ്. The answer is B. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്കാണ്. എന്നാൽ ഇക്വറ്റോറിയൽ ലൈനിലുള്ള പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ നമ്മൾ നോക്കിയപ്പോൾ അത് പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിലേക്കാണ്. അതായത് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. The answer is B. Right. അടുത്ത NCERT ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്.
two charges plus or minus 10 microcoulomb are placed 5 millimeter apart. Determine the electric field at a point P on the axis of the dipole 15 centimeter away from its center O on the side of the positive charge, and B, a point Q 15 centimeter away from O on a line passing through O and normal to the axis of the dipole. അപ്പോൾ perpendicular ആക്സിസിലും ആക്സിയൽ ലൈനിലുള്ള രണ്ട് പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫസ്റ്റ് നമുക്ക് പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ. പോയിന്റ് ഓൺ ദി ആക്സിയൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻ കൊടുക്കുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ ഇക്വേറ്റോറിയൽ ലൈനിൽ ഇക്വേഷൻ എഴുതുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ചെയ്യാൻ അറിയാലോ. അടുത്ത MCQ. The electric intensity due to a dipole of length 10 cm and having a charge 500 microcoulomb at a point on the axis at a distance 20 cm from one of the charge in air is. നമ്മൾ നേരത്തെ ചെയ്ത തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത ആ ക്വസ്റ്റ്യൻ പോലെയുള്ള ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രമാണിത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, സാധാരണതയിൽ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. The electric field intensity to a dipole of length. But dipole length 2a എന്ന് പറയുന്നത് ഇവിടെ 10 സെന്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. And having a charge 500 microcoulomb. അപ്പോൾ Q എന്ന് പറയുന്നത് 500 microcoulomb ആണ്. At a point on the axis at a distance 20 cm from one of the charge in air. അപ്പോൾ ഒരു ചാർജിൽ നിന്നും, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഒരു -q ചാർജ്, ഇവിടെ ഒരു +q ചാർജ്, അതാണ് ഡൈപോൾ. ചാർജസിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞേക്കുന്നത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. എവിടെ? ആക്സിസിലാണ്. ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഇതാണ് ആക്സിയൽ ലൈനിലുള്ള പോയിന്റ്. ഇവിടെ ഈ ഡിസ്റ്റൻസ് ഏതാ തന്നിരിക്കുന്നത് നോക്കിക്കേ. അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിസ് at a distance 20 cm from one of the charge എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ചാർജിൽ നിന്നാണ് 20 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് മാത്രമാണ് 20 സെന്റിമീറ്റർ. അപ്പോൾ ഇത് R അല്ല. R നമ്മൾ നേരത്തേക്ക് എടുത്ത R എന്ന് പറയുന്നത് സെന്ററിൽ നിന്നുള്ള ആ പോയിന്റിലേക്കുള്ള അകലമാണ് R ആയിട്ട് നമ്മൾ തിയറി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ +q ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എത്ര? 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞേക്കുന്നത് ഡൈപോൾ ലെങ്ത് 10 സെന്റിമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. 10 സെന്റിമീറ്റർ. ഓക്കെ, ഡൈപോൾ ലെങ്ത് 10 സെന്റിമീറ്റർ ആണ്, ഡിസ്റ്റൻസ് 20 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് എ എന്ന് പറയുന്നത് ആറിനേക്കാൾ വളരെ വളരെ ചെറുതാണെങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിലോട്ട് എത്തുന്നത്. ഇവിടെ ആ കേസ് അല്ല. ഇവിടെ 2a എന്ന് പറയുന്നത് 10 സെന്റിമീറ്ററും R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഏകദേശം 20 സെന്റിമീറ്ററുമാണ്. അപ്പം അത് തമ്മിൽ ഏകദേശം രണ്ടും സെന്റിമീറ്റർ കണക്കാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം എ എന്ന് പറയുന്നത് ആറിനെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ചെറുതാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ എഴുതിയ ആ ബോക്സ് ചെയ്ത ഇക്വേഷൻ അല്ല ഉപയോഗിക്കേണ്ടത്. അതിന്റെ തൊട്ട് മുമ്പിലത്തെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മാത്രമേ ആൻസർ കിട്ടത്തുള്ളൂ. ബാക്കി മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനിലും ഡൈപോൾ ലെങ്ത് വളരെ ചെറുതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നോക്കിക്കേ, ഇവിടെ 5 മില്ലിമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ R എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഒന്ന് മില്ലിമീറ്ററും മറ്റൊന്ന് സെന്റിമീറ്ററും ആണ്. 5 മില്ലിമീറ്ററും 15 സെന്റിമീറ്ററും ആണ്. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ എ വളരെ വളരെ ചെറുതാണ്. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല. ഈ ക്വസ്റ്റ്യനിൽ അവര്
ഡൈപോൾ ലെങ്ത് 10 സെന്റിമീറ്ററും മറ്റേത് 20 സെന്റിമീറ്ററും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ അപ്രോക്സിമേഷൻ എടുക്കുന്നതിന് മുമ്പുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്താൽ മാത്രമേ ഈ ആൻസർ കിട്ടത്തുള്ളൂ. ഇത് വളരെ വളരെ റെയർ ആയിട്ട് മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ നമുക്ക് തെറ്റിപ്പോകാൻ എളുപ്പമുള്ളതാണ്. അപ്പോൾ അതുപോലെ ഡൈപോളിന്റെ ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾ എയുടെ യൂണിറ്റും അതേപോലെ തന്നെ ആറിന്റെ യൂണിറ്റും ഒന്ന് കമ്പയർ ചെയ്തിട്ട് വേണം ഏത് ഇക്വേഷൻ എടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഇവിടെ ഡൈപോൾ ലെങ്ത് തന്നിട്ടുണ്ട്. ഡൈപോൾ ലെങ്ത് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആണ്, ദാറ്റ് ഈസ് 0.1 മീറ്റർ. ആർ എന്ന് പറയുന്നത് സെൻട്രൽ നിന്നുള്ള അകലമാണ്. ഇവിടെ 20 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആർ എന്ന് പറയുന്നത് നമുക്ക് 20 + 5 എന്ന് എടുക്കാം. 20 + 5 അല്ലെങ്കിൽ 25 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.25 മീറ്റർ എന്ന് എടുക്കാം. ചാർജിന്റെ 500 മൈക്രോ കൂളംബ് ആണെന്ന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് 500 × 10⁶ കൂളംബ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ കൊടുക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അപ്രോക്സിമേഷന് മുമ്പുള്ള ഇക്വേഷൻ 1/4πε0 × 2rp / r² - a² എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ അത് ആൻസർ കിട്ടത്തുള്ളൂ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ 6.25 × 10⁷ Newton/Coulomb എന്ന് കിട്ടും. Okay. Assertion and reason question ആണ്. Assertion: on going away from a point charge or a small electric dipole, electric field decreases at the same rate in both the cases. എന്താണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്? on going away from a point charge, ഒരു പോയിന്റ് ചാർജിൽ നിന്നും അകന്നു പോകുമ്പോഴും, or a small electric dipole, ഒരു ഇലക്ട്രിക് ഡൈപോളിൽ നിന്നും അകന്നു പോകുന്തോറും ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസസ് അറ്റ് ദ സെയിം റേറ്റ് ഇൻ ബോത്ത് ദ കേസസ്. അപ്പം ഡിസ്റ്റൻസിനനുസരിച്ച് അവിടെ രണ്ട് കേസാണ്. ഒരു പോയിന്റ് ചാർജ്, ഒരു സിംഗിൾ പോയിന്റ് ചാർജ്, ഒരു +q എന്ന് പറയുന്ന സിംഗിൾ ചാർജ്, അത് ഒരു കേസ്. ഓക്കെ, ഒരു കേസ് എന്ന് പറയുന്നത് +q എന്ന് പറയുന്ന ഒരു ചാർജ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു ഡൈപോൾ ആണ്, ഡൈപോൾ. ഓക്കെ, അപ്പൊ ഈ രണ്ട് കേസിലും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡിക്രീസസ് അറ്റ് ദ സെയിം റേറ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡിക്രീസസ് അറ്റ് ദ സെയിം റേറ്റ്. അപ്പൊ ഈ രണ്ട് കേസിലും ചാർജിൽ നിന്നും അകന്നു പോകുന്തോറും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഒരേപോലെ ഡിക്രീസ് ചെയ്യും എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അസർഷൻ. ഓക്കെ, ആൻഡ് റീസൺ: electric field is inversely proportional to square of the distance from the charge or an electric dipole. അതിന്റെ റീസൺ അവർ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഏതൊക്കെ കേസിൽ? ചാർജിന്റെ കേസിലും ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിലും അതിൽ നിന്നും അകന്നു പോകുന്തോറും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനനുസരിച്ചാണ് വേരി ചെയ്യുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. അപ്പൊ അതിൽ 4 കേസസ് ആണുള്ളത്. ബോത്ത് എ ആൻഡ് ആർ. എന്ന് വെച്ചാൽ അസർഷൻ, ആർ എന്ന് പറഞ്ഞാൽ റീസൺ. എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. രണ്ടാമത്തെ കേസ് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. മൂന്നാമത് എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. നാലാമത് എ ഈസ് ഫോൾസ് ആൻഡ് ആർ ഈസ് ഓൾസോ ഫോൾസ്. എന്താണ് ആൻസർ? അസർഷൻ കറക്റ്റ് ആണോ?
അസേർഷൻ ഫോൾസ് ആണെന്നാണ് ഷോൺ പറഞ്ഞേക്കുന്നത്. റീസൺ കറക്റ്റ് ആണെന്ന്. ഓക്കെ, ബാക്കിയുള്ളവരുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. പറഞ്ഞോ, തെറ്റട്ടെ. ഒരു പ്രാവശ്യം തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകത്തില്ല കേട്ടോ. മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. A and R are true. Okay, good. A and R are true എന്ന് മാത്രം ഒരു ആൻസർ ഇല്ല. A and R are true and R is the correct explanation of A, or R is not the correct explanation of, okay, option A. Okay, ശരി. ബാക്കിയുള്ളവർക്ക് റിപ്ലൈ ചെയ്യൂ. നിങ്ങളെ ഏറ്റവും അധികം വെള്ളം കുടിപ്പിക്കാൻ പോകുന്ന കാര്യം ഇതാണ്, അസേർഷൻ ആൻഡ് റീസൺ. തിയറി നല്ലോണം അറിയാമെങ്കിലേ നമുക്ക് ആൻസർ ചെയ്യാനൊക്കത്തുള്ളൂ. ഓക്കെ, റീച്ചൽ, നമുക്ക് നോക്കാം. ആൻസർ ഡി ആണ്. എന്തുകൊണ്ടാണ് ഡി എന്ന് പറയാനുള്ള റീസൺ? അസേർഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൺ ഗോയിങ് എവേ ഫ്രം എ പോയിന്റ് ചാർജ് ഓർ എ സ്മോൾ dipole, electric field decreases at the same rate in both the cases. ഇലക്ട്രിക് ഫീൽഡ് ഒരേപോലെയാണ് രണ്ട് കേസിലും ഡിക്രീസ് ആകുന്നത്. നമുക്ക് ആ രണ്ട് കേസിലെയും ഇക്വേഷൻസ് ഒന്ന് എഴുതാം. പോയിന്റ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ E is equal to 1 by 4 pi epsilon 0 into Q by R square. എന്നാൽ ഡൈപോളിന്റെ കേസിൽ നമുക്ക് 1 by 4 pi epsilon 0 into 2p divided by R2. 2p ഓ അല്ലെങ്കിൽ p ഓ എന്ത് വേണമെങ്കിലും എഴുതിക്കും. അപ്പം എല്ലാം. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെയുള്ള ഇക്വേഷൻ അല്ല. അതിന്റെ അർത്ഥം അസേർഷൻ റോങ് ആണ്. ഒരേപോലെ അല്ല ഡിക്രീസ് ചെയ്യുന്നത്. റീസൺ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി ചാർജ് ഫ്രം ദി ചാർജ് or an electric pole. രണ്ട് കേസിലും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് എന്നാണ്. പോയിന്റ് ചാർജിന്റെ കേസിൽ പറഞ്ഞത് ശരിയാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. എന്നാൽ ഡൈപോളിന്റെ കേസിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ അല്ല, ക്യൂബ് ഓഫ് ദി ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ റീസണും റോങ് ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. A is false and R is also false. അപ്പോൾ correct answer D ആണ്. Next is dipole in an external electric field. Consider an electric dipole having dipole moment P placed in a uniform electric field of strength E. The axis of the dipole makes an angle theta with the direction of electric field. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഡൈപോൾ ലെങ്ത് അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എപ്പോഴും നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്കാണ്. അപ്പോൾ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഇതാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ അത് തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ട്, തീറ്റ. അപ്പോൾ ഓരോ ചാർജിലും ഓരോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. QE എന്ന് പറയുന്ന ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, QE എന്ന് പറയുന്ന മറ്റൊരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് രണ്ടും കൂടെ ഒരു കപ്പിൾ ഉണ്ടാക്കുന്നുണ്ട്. മൊമെന്റ് ഓഫ് ദ കപ്പിളിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്കിന്റെ ഇക്വേഷൻ വൺ ഓഫ് ദി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതിൽ നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ എഴുതാം. എന്താണ് ടോർക്കിന്റെ ഇക്വേഷൻ? ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു PE sin θ. അപ്പൊ അതിന്റെ ഡെറിവേഷൻ തിയറിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നോട്ട്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയാം. നമുക്ക് വേണ്ട ഇക്വേഷൻ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു PE sin θ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, വെക്ടർ ഫോമിൽ നമുക്ക് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു P ക്രോസ് E എന്നാണ് എഴുതുക. P ക്രോസ് E.
ഇനി ടോർക്കിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പി ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ടോർക്കിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. In uniform electric field, dipole has only rotational motion. ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും, അതുപോലെ ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടാവും. ഇതിൽ രണ്ട് കേസസ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ കേസ്, the torque is maximum when theta is equal to 90 degree. അപ്പോൾ ഇവിടെ ടോർക്ക് മാക്സിമം ആകുന്നു. ടോർക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫോഴ്സ് ആണ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് തന്നെയാണ്. റൊട്ടേഷണൽ മോഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ടോർക്ക് മാക്സിമം ആകുന്നത് എപ്പോഴാണ്? ഡൈപോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ടോർക്ക് മാക്സിമം ആകുന്നത്. അതായത് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ഷനും 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാകുമ്പോഴാണ് ടോർക്ക് മാക്സിമം ആകുന്നത്. But torque is maximum when theta is equal to 90 degree. That is when the dipole is placed perpendicular to the electric field. Then the maximum torque is given by tau max is equal to P sin 90. Sin 90 യുടെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് tau max is equal to P into E എന്ന് എഴുതാം. P into E. ഇനി സെക്കൻഡ് കേസ് എന്താണ്? ടോർക്ക് മിനിമം ആകുന്നത്. ടോർക്ക് മിനിമം ആകുന്നത് രണ്ട് കേസിലാണ്. ഒന്ന് തീറ്റയുടെ വാല്യൂ 0 ആകുമ്പോഴും, മറ്റൊന്ന് തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി ആകുമ്പോൾ. തീറ്റയുടെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈപോൾ എങ്ങനെ ഇരിക്കും? ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുക. ഇവിടെ മൈനസ് ക്യൂ ചാർജ്, ഇവിടെ പ്ലസ് ക്യൂ ചാർജ്. അപ്പോൾ തീറ്റ 90 ഡിഗ്രി ആണ്. ഇനി തീറ്റ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോഴും ഡൈപോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ ആയിരിക്കും എന്ത്? പോസിറ്റീവ് ക്യൂ ചാർജ്, ഇവിടെ ആയിരിക്കും നെഗറ്റീവ് ക്യൂ ചാർജ്. അപ്പോൾ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്കായിരിക്കും. ഇങ്ങോട്ടായിരിക്കും ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ ആ കേസിലും ടോർക്ക് മിനിമം ആയിരിക്കും. എന്നാൽ തീറ്റ 0 ആകുമ്പോൾ ഉണ്ടാകുന്ന മിനിമം ടോർക്കിനെ നമ്മൾ ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നായിരിക്കും പറയുക. എന്നാൽ തീറ്റ 180 ഡിഗ്രി ആകുമ്പോൾ ടോർക്ക് മിനിമം തന്നെയാണ്, പക്ഷേ അവിടെ ഒരു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. എന്തുകൊണ്ടാണ് ആ സ്റ്റേബിൾ ഇക്വിലിബ്രിയം അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഡൈപോൾ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. തീറ്റ 0 ആണെങ്കിൽ ഇത് മൈനസും ഇത് പ്ലസ് ക്യൂ ആണ്. അപ്പോൾ ഈ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടാണ്, ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ് ഇങ്ങോട്ടാണ്. ഈ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ക്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അത് സ്റ്റേബിൾ ആയിട്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതുകൊണ്ട് അത് സ്റ്റേബിൾ ആയിട്ടിരിക്കുകയാണ്, ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണ്, അത് സ്റ്റേബിൾ ആണ്. എന്നാൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആകുമ്പോഴെന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇങ്ങോട്ടാണ്. ഡൈപോൾ ഇരിക്കുമ്പോൾ ഇവിടെയാണ് പ്ലസ് ക്യൂ ചാർജ്, ഇവിടെയാണ് മൈനസ് ക്യൂ ചാർജ്. അപ്പോൾ ഈ പ്ലസ് ക്യൂ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? പ്ലസ് ക്യൂ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ക്യൂ ഇങ്ങോട്ടായിരിക്കും. മൈനസ് ക്യൂ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, അപ്പം അത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണ്. പക്ഷെ ഒരു ചെറിയ ഒരു ടോർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഇക്വിലിബ്രിയത്തിൽ നിന്ന് മൂവ് ചെയ്യും. എന്നാൽ ഫസ്റ്റ് കേസിൽ അങ്ങനെയല്ല. ചെറിയ ടോർക്ക് നമ്മൾ എക്സ്റ്റേണലി ഒരു ചെറിയ ടോർക്ക് കൊടുത്താലും ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല, കാരണം അത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണ്, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണ്. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ അത് ഇക്വിലിബ്രിയത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ എക്സ്റ്റേണലി നമ്മൾ വളരെ ചെറിയ ടോർക്ക് കൊടുത്താലും അത് പെട്ടെന്ന് തന്നെ കറങ്ങി അത് 0 ആംഗിളിൽ വന്നിട്ട് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലോട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിനെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ടോർക്ക് മിനിമം ആകുന്ന കേസ് തീറ്റ 0 ആകുമ്പോഴും തീറ്റ 180 ഡിഗ്രി ആകുമ്പോഴും. തീറ്റ 0 ആകുന്ന കേസിൽ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയവും, തീറ്റ 180 ഡിഗ്രി ആകുന്ന കേസിൽ അത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. What happened to a dipole if the applied electric field is non-uniform? Applied electric field non-uniform ആണെന്നുണ്ടെങ്കിൽ ഡൈപോളിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ. അതിലൊരു റൊട്ടേഷണൽ മോഷൻ ഉണ്ടാകും, ഒരു ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടാകും. In non-uniform electric field, the net force and torque acting on the dipole will not be zero. Hence, the dipole undergoes both translational motion and rotational motion. In which orientation a dipole placed in a uniform electric field is stable?
and unstable equilibrium. Stable equilibriumത്തിലാകണമെന്നുണ്ടെങ്കിൽ തീറ്റ 0 ഡിഗ്രിയും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാകണമെന്നുണ്ടെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രിയുമായിരിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് if a dipole were kept in a uniform external electric field E0 diagrammatically represents the position of the dipole in stable and unstable equilibrium. ഒരു പടം വരയ്ക്കാനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ നമ്മൾ ഇങ്ങോട്ടാണ് വരച്ചിരിക്കുന്നത്. ഡൈപോൾ മൊമെന്റ് ഇത് -q ചാർജും ഇത് +q ചാർജുമാണ്. അതുകൊണ്ട് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. രണ്ടും സെയിം ഡയറക്ഷൻ ആണ്. തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പിക്ചർ നോക്കിയേ. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടാണ് വരച്ചിരിക്കുന്നത്. ഇവിടെയാണ് പോസിറ്റീവ് ചാർജിന് എടുത്തിരിക്കുന്നത്, ഇവിടെയാണ് നെഗറ്റീവ് ചാർജിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി. അപ്പോൾ ഇത് പിക്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് ഇതേ രീതിയിൽ തന്നെ വരയ്ക്കാം. Which of the following graph shows the correct variation in magnitude of torque on an electric dipole rotated in a uniform electric field from stable equilibrium to unstable equilibrium? അപ്പോൾ ഒരു ഇലക്ട്രിക് ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ചിരിക്കുകയാണ്. നമ്മൾ ആ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. എവിടെ തൊട്ട് എവിടം വരെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്നും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, തീറ്റ 0 ഡിഗ്രി. അപ്പോൾ തീറ്റ 0 ഡിഗ്രിയിൽ നിന്നും റൊട്ടേറ്റ് ചെയ്ത് 180 ഡിഗ്രി ആംഗിൾ ഉണ്ടാകണം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ ഇനിഷ്യലി ഡൈപോൾ ഇരിക്കുന്നത് ഇങ്ങനെയാണ്, തീറ്റ 0 ആണ്. അതിനെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എവിടെ എത്തിക്കും? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കും. അങ്ങനെയാണെങ്കിൽ ഏത് ഗ്രാഫ് ആണ് ഇതിന്റെ അകത്ത് കറക്റ്റ് ഗ്രാഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഗ്രാഫില് ഒരു ആക്സിസിലെ ടോർക്ക് ആണ്, എക്സ് ആക്സിസില് ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് ഗ്രാഫ് ആയിരിക്കും കറക്റ്റ്? Yes, the answer is A. Answer is നോക്കിക്കേ, ആംഗിൾ 0 ആണ്. ആംഗിൾ 0 ആണ്. ആംഗിൾ 0യില് ടോർക്ക് 0 ആകണം. അപ്പം ഈ പിക്ചർ കറക്റ്റ് ആണ്, ഈ പിക്ചറും കറക്റ്റ് ആണ്. ബാക്കി രണ്ട് പിക്ചറും റോങ് ആണ്, രണ്ടും കളയാം. ഈ രണ്ടാമത്തെ ഫസ്റ്റ് പിക്ചറും തേർഡ് പിക്ചർ നോക്കിയാൽ തേർഡ് പിക്ചറിൽ ആംഗിൾ കൂടുന്നതനുസരിച്ച് ആംഗിൾ 180 ഡിഗ്രി ആകുമ്പോൾ ടോർക്ക് വീണ്ടും 0 ആകണം. അതങ്ങനെയല്ല കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പിക്ചർ ആണ് കറക്റ്റ്. കാരണം ആംഗിൾ 0 ആകുമ്പോൾ ടോർക്ക് 0 ആണ്. ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ ടോർക്ക് മാക്സിമം ആവുന്നുണ്ട്. പിന്നെയും ആംഗിൾ കൂടുമ്പോൾ 180 ഡിഗ്രി ആകുമ്പോൾ ടോർക്ക് വീണ്ടും 0 ആകുന്നു. അതുകൊണ്ട് ആൻസർ ഈസ് എ. If a dipole of dipole moment P is placed in a uniform electric field E, then the torque acting on it is given by tau is equal to P dot E, tau is equal to P cross E, tau is equal to P plus E, tau is equal to P minus E. എളുപ്പമല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഏതാ ആൻസർ? The answer is B. Torque tau is equal to P cross E. Direct question. ഇത് NCERT എക്സസൈസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത് ഒബ്ജക്റ്റീവ് MCQ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെന്റ് 4 × 10⁻⁹ coulomb is aligned at 30 degree with the direction of uniform electric field of magnitude 5 × 10⁴ Newton per coulomb. Calculate the magnitude of torque acting on the dipole. For dipole moment P തന്നിട്ടുണ്ട് 4 × 10⁻⁹ coulomb. ആംഗിൾ തീറ്റ തന്നിട്ടുണ്ട് 30 ഡിഗ്രി.
യൂണിഫോം ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെന്റും തമ്മിലുള്ള ഡയറക്ഷൻ ആണ് 30 ഡിഗ്രി. അപ്പോൾ തീറ്റ 30 ഡിഗ്രി ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഈ തന്നിട്ടുണ്ട് 5 × 10⁻⁴. ഓക്കെ, ടോർക്ക് കണ്ടുപിടിക്കണം. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു PE sin θ. E sin θ എത്ര വരും? A ആണോ, B ആണോ, C ആണോ, D ആണോ? A. 1 × 10⁻⁻⁴ Newton meter. The answer is A. The answer is A. Okay. An electric dipole of length 10 centimeter having charge plus or minus 6 × 10⁻³ coulomb placed at 30 degree with respect to uniform electric field experiences a torque of magnitude 6 × √3 Newton meter. Calculate the magnitude of electric field. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം എന്ന് മാത്രം. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചാൽ മതി. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു PE sin θ എന്നും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കും. നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ തന്നെയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. Assertion on disturbing an electric dipole in stable equilibrium in an electric field, it returns back to its stable equilibrium orientation. എന്താണ് assertion? On disturbing an electric dipole in stable equilibrium in an electric field, it returns back to its stable equilibrium orientation. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ഡൈപോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണ്, അത് ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണ്. നമ്മൾ അതിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നു. ഡിസ്റ്റർബ് ചെയ്യുന്ന വെച്ചാൽ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ അതിനെ ഒരു തട്ട് കൊടുക്കുന്നു, ഒരു ടോർക്ക് കൊടുക്കുന്നു. അങ്ങനെ ടോർക്ക് കൊടുത്തപ്പോൾ എന്ത് സംഭവിക്കും? അത് നമ്മൾ കൊടുത്ത ടോർക്കിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. പക്ഷെ മൂവ് ചെയ്താലും പെട്ടെന്ന് തന്നെ അത് ഇറ്റ് റിട്ടേൺ ബാക്ക് ടു ഇറ്റ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഓറിയന്റേഷനിലേക്ക് വരും. കാരണം എന്താ? ആ ഇലക്ട്രിക് ഫീൽഡ് ഒരു ടോർക്ക് കൊടുക്കുന്നതുകൊണ്ട് അത് പഴയ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങി വരും. അതാണ് assertion. On disturbing an electric dipole in stable equilibrium in an electric field, it return back to its stable equilibrium orientation. ഇനി അതിന്റെ റീസൺ എന്താണ് പറയുന്നത്? A restoring torque acts on the dipole on being disturbed from its stable equilibrium. A restoring torque acts on a dipole on being disturbed from its stable equilibrium. അപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്നും നമ്മളൊരു എക്സ്റ്റേണൽ ടോർക്ക് കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ആകും. പക്ഷെ അങ്ങനെ ഡിസ്റ്റർബ് ആകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? എ റീസ്റ്റോറിംഗ് ടോർക്ക് അവിടെ ഉണ്ടാകും. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഒരു റീസ്റ്റോറിംഗ് ടോർക്ക് കൊടുത്ത് അത് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തന്നെ വീണ്ടും തിരിച്ച് കൊണ്ടുവരും. അതാണ് അതിന്റെ റീസൺ. ഓക്കെ, അപ്പം ഇവിടെ അസേർഷനും റീസണും കറക്റ്റ് ആണോ റോങ് ആണോ, ഏത് ഓപ്ഷൻസ് ആണ് നമുക്ക് എടുക്കാൻ കഴിയുന്നത്? ഓക്കെ, ഗുഡ്. രണ്ട് അസേർഷനും കറക്റ്റ് ആണ്, റീസണിങ് കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് the electric dipole in a uniform electric field. Work done in the equation. Consider an electric dipole of dipole moment P is placed in a uniform electric field E at an angle theta in the direction of electric field. Then the magnitude of torque acting on the dipole is tau is equal to PE sin theta. നമ്മൾ അവിടെ നിന്നും ഒരു വർക്കിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. വർക്കിന്റെ ഇക്വേഷൻ അതായത് ആ ഇലക്ട്രിക് ഡൈപോളിനെ
റൊട്ടേറ്റ് ചെയ്യാൻ തീറ്റ ആംഗിൾ θ1 എന്ന് പറയുന്ന ആംഗിളിൽ നിന്നും θ2 എന്ന് പറയുന്ന ആംഗിളിലേക്ക് അതിനെ മൂവ് ചെയ്യിക്കാൻ നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ഇക്വേഷൻ ആണ് W -PE cos θ2 cos θ1. അപ്പോൾ θ1 എന്ന് പറയുന്ന ആംഗിളിൽ നിന്നും θ2 എന്ന് പറയുന്ന ആംഗിളിലേക്ക് അതിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്കിന്റെ ഇക്വേഷൻ ആണ് W -PE into cos θ2 cos θ1 എന്ന് പറയുന്നത്. This work done is stored as the potential energy in the system of the dipole field and electric field. അപ്പം ഈ വർക്കാണ് നമ്മൾ എക്സ്റ്റേണലി ചെയ്യുന്ന ഈ വർക്കാണ് ആ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എഴുതാം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ θ1 എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിട്ട് എടുക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ഷനും ഡൈപോൾ ലെങ്തും തമ്മിൽ 90 ഡിഗ്രി, അതാണ് ഫസ്റ്റ് പൊസിഷൻ. അവിടെ നിന്നും θ2 ഒരു θ എന്ന് പറയുന്ന ഒരു ആംഗിളിലേക്ക് മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്കിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും U -PE cos θ അല്ലെങ്കിൽ -P.E. U -P.E എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇക്വേഷൻസും ഈ ബോക്സ് ചെയ്ത രണ്ട് ഇക്വേഷൻസും നമുക്ക് പറഞ്ഞിരിക്കുക. θ1 എന്ന് പറയുന്ന ആംഗിളിൽ നിന്നും θ2 എന്ന് പറയുന്ന ആംഗിളിലേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ ആവശ്യമായ വർക്കിന്റെ ഇക്വേഷൻ ഇത് വെച്ച് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതുമ്പോൾ -P.E ആയിട്ട് എഴുതാവുന്നതാണ്. ഇനി θ0 ആണെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? θ0 cos 0 1 ആണ്. പൊട്ടൻഷ്യൽ എനർജി -PE ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മിനിമം വാല്യൂ ആണ്. θ 180 ഡിഗ്രി ആവുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മാക്സിമം പൊട്ടൻഷ്യൽ +PE ആയിരിക്കും. ഓക്കെ. ഇനി θ 90 ഡിഗ്രി ആകുമ്പോഴോ cos 90 എന്ന് പറയുന്നത് 0 ആണ്. പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അതായത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഡൈപോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് -Q ഇത് +Q. അപ്പോൾ θ 0 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മിനിമം ആണ്, -PE ആണ്. ഇനി ഡൈപോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, θ 90 ഡിഗ്രി ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഇനി ഡൈപോൾ നേരെ തിരിച്ചു, ഇവിടെ +Q ഇവിടെ -Q. അപ്പോൾ 180 ഡിഗ്രി ആണ്. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ് ഡൈപോൾ ഇരിക്കുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം -PE. അത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തി. പെർപെൻഡിക്കുലർ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ 180 ഡിഗ്രി ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. അപ്പോൾ മിനിമം വാല്യൂ ആയ -PE യിൽ നിന്നും ഇൻക്രീസ് ചെയ്ത് 180 ഡിഗ്രി ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമത്തിലേക്ക് മാറും. ഒരു എക്സസൈസ് നേരത്തെ ചെയ്തിട്ടുള്ള എക്സസൈസ് ആണ്, പെട്ടെന്ന് പറഞ്ഞു പോകാം. An electric dipole of length 4 cm when placed with its axis making an angle 60 degree with a uniform electric field experiences a torque 4√3 Newton meter. Calculate the magnitude of the electric field. Electric field കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഡൈപോൾ ലെങ്ത് തന്നിട്ടുണ്ട്, θ എന്ന് പറയുന്ന ആംഗിൾ തന്നിട്ടുണ്ട്, ടോർക്കിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ടോർക്ക് P ക്രോസ് E അല്ലെങ്കിൽ P sin θ എന്ന് പറയുന്നത് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കണം. രണ്ടാമത് കണ്ടുപിടിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഡൈപോൾ if the dipole has charge 8 നാനോ കുളം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും നമുക്ക് കണ്ടുപിടിക്കണം. ടോർക്ക് നമുക്ക് P sin θ വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3.2 × 10⁻⁻10 കിലോമീറ്റർ എന്ന് കിട്ടും. അവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ 2.5 × 10⁻10 ന്യൂട്ടൺ പെർ കുളം. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് -PE cos θ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുമ്പോൾ -4 ജൂൾ കിട്ടും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ, ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റൊരു ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ടേണിംഗ് ആൻ ഇലക്ട്രിക് ഡൈപോൾ of dipole moment 3 × 10⁻⁻8 kilometer from its position of unstable equilibrium to a position of stable equilibrium in uniform electric field intensity 10⁻³ Newton per coulomb. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത്
calculate the amount of work done in turning an electric dipole of dipole moment 3 into 10 raised to minus 8 coulomb meter from its position of unstable equilibrium to position of stable equilibrium. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ എങ്ങനെയാണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരുന്നു. അവിടെ നിന്നും അതിനെ റൊട്ടേറ്റ് ചെയ്ത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് മാറ്റണം. അതിനാവശ്യമായ വർക്ക് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനിഷ്യൽ ആംഗിൾ എന്ന് പറയുന്നത് θ1 എന്ന് പറയുന്നത് 180 ഡിഗ്രിയും ഫൈനൽ ആംഗിൾ θ2 എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ തെറ്റിപ്പോകരുത്. അപ്പോൾ ഇക്വേഷൻ നമ്മൾ നേരത്തെ ബോക്സ് ചെയ്ത ഇക്വേഷൻ ആണ് W - PE cos θ2 - cos θ1. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ ഓൾറെഡി നിങ്ങളുടെ നോട്ട്സ് ബുക്കിന്റെ അകത്ത് എഴുതിയ ന്യൂമറിക്കൽസ് ആയതുകൊണ്ടാണ് അല്പം സ്പീഡിൽ പോകുന്നത്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. W is equal to work done is equal to -6 into 10 raised to -5 joules. An electric dipole is placed in a uniform electric field E with its dipole moment P parallel to the field. അപ്പം ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, അതായത് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ 0 ആണ്. ഓക്കെ, ഫൈൻഡ് ദ വർക്ക് ഡൺ ഇൻ ടേണിംഗ് ദ ഡൈപോൾ ടിൽ ഇറ്റ്സ് ഡൈപോൾ മൊമെന്റ് പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ഇറ്റ്. അതായത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്നും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്നും സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായ വർക്കാണ്. എന്നാൽ ഇവിടെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്നും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായ വർക്ക്. അപ്പോൾ ഇവിടെ θ1 എന്ന് പറയുന്നത് 0യും θ2 എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതിന്റെ വാല്യൂ 2p എന്ന് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, the orientation of the dipole for which the torque acting on it becomes maximum. ഇപ്പൊ ടോർക്ക് മാക്സിമം ആകുന്ന കേസാണ് ടോർക്കിന്റെ ഇക്വേഷൻ P sin θ ആണ്. ടോർക്ക് മാക്സിമം ആകുന്നത് θ 90 ഡിഗ്രി ആകുമ്പോഴാണ്. അപ്പോൾ ടോർക്കിന്റെ ഇക്വേഷൻ P ആയിട്ട് മാറും. നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഇത് നമ്മളുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഈ വർഷത്തെ സാമ്പിൾ ക്വസ്റ്റ്യനിലുള്ളതാണ്. An electric dipole of dipole moment P is placed parallel to the uniform electric field. The amount of work done in rotating the dipole by 90 degree. From dipole moment is parallel to the uniform electric field. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ തീറ്റയുടെ വാല്യൂ എത്രയാണ്? തീറ്റയുടെ വാല്യൂ θ1ന്റെ വാല്യൂ 0 ഡിഗ്രിയാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അതിനെ റൊട്ടേറ്റ് ചെയ്ത് 90 ഡിഗ്രി ആംഗിൾ, അതായത് ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക്. അപ്പോൾ θ1 0 ആണ്, θ2 എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. എത്രയാ വർക്ക്? ഏത് ഓപ്ഷൻ ആണ്? θ1 0, θ2 90 ഡിഗ്രി. θ1 0, θ2 90 ഡിഗ്രി. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനിൽ ബോക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഇക്വേഷനിലോട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. The answer is P. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ θ1ഉം θ2 എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കണ്ടുപിടിക്കാവുന്നുള്ളൂ കേട്ടോ.